ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഡൈയുടെ ലേറ്റസ്റ്റ് 8 കിലോ വാട്ട് 3 ഫേസ് ഹൈബ്രിഡ് ഇൻവെർട്ടറിൻ്റെ സ്ക്രീൻ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അതെങ്ങനെ ക്ലിയർ ചെയ്യാമെന്നുള്ളതും പിന്നെ ഇതിൻ്റെ അകത്തെ വ്യൂസുമാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ സ്ക്രീനൊക്കെ നമുക്ക് ഈസി ആയിട്ട് മാറ്റാൻ പറ്റുന്ന രീതിയിലാണ് അവർ ഇത് ചെയ്തിരിക്കുന്നത്. നമുക്ക് സൈഡിൽ ഒരു 2 സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്കിത് ഫ്രണ്ട് പാനൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. മാത്രമല്ല അതിൻ്റെ സ്ക്രീൻസിൻ്റെ പോർഷൻസൊക്കെ നമുക്ക് ഈസി ആയിട്ട് മാറ്റാൻ പറ്റുന്ന രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ ഈ മുകളിലൊരു ലൈറ്റ് മാത്രമേ ആ സ്ക്രീനിൽ കാണിക്കുന്നുള്ളൂ. അതിൽ വേറെ പ്രത്യേകിച്ച് യാതൊരുവിധ ഇൻഡിക്കേഷനും കാണിക്കുന്നില്ല. ആ ലൈറ്റ് തന്നെ ചെറിയ രീതിയിലേ കത്തുന്നുള്ളൂ, ഒരു ബ്ലൂ ലൈറ്റായിട്ട്. ഇതിൽ സ്ക്രീൻ വർക്ക് ചെയ്യില്ലെങ്കിലുള്ളൊരു മെയിൻ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ കണക്ഷൻസ് എല്ലാം ഈ സ്ക്രീനിൽ നിന്നാണ് പോയിരിക്കുന്നത്. കൺട്രോൾ കാർഡിൽ നിന്ന് നേരെ സ്ക്രീനിൽ വന്നിട്ട് സ്ക്രീനിൽ നിന്നാണ് ഈ കണക്ഷൻസ് പോയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കമ്മ്യൂണിക്കേഷനും കിട്ടില്ല. ഇപ്പോൾ ഇവിടെ തന്നെ 2 ഇൻവെർട്ടറുകൾ പാരലി കണക്ട് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ പാരൽ കമ്മ്യൂണിക്കേഷനും കൃത്യമായിട്ട് നടക്കില്ല. അപ്പോൾ നമുക്ക് വേണ്ടത് ഈ സ്ക്രീൻ ഒന്ന് ചെക്ക് ചെയ്ത് ഇത് റീപ്ലേസ് ചെയ്യുക. ഇത് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇനി വേറെ കമ്മ്യൂണിക്കേഷനിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഈ സ്ക്രീൻ എങ്ങനെ റീപ്ലേസ് ചെയ്യാമെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ ടച്ച് സ്ക്രീനിൻ്റെ തൊട്ട് താഴെ തന്നെയായിട്ടാണ് ഇതിൻ്റെ ബട്ടൺസൊക്കെ കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഇതിലേക്ക് വരുന്നത് മെയിനായിട്ട് 3 കണക്ഷൻസാണ്. നമുക്ക് ആദ്യം ഈ സൈറ്റിലെ സെറ്റപ്പ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിനുശേഷം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഡൈയുടെ 8 കിലോ വാട്ടിൻ്റെ പുതിയ മോഡൽ ഹൈബ്രിഡ് ഇൻവെർട്ടറുകൾ 2 എണ്ണമാണ്. ഇതിൽ ഒരെണ്ണം 8 കിലോ വാട്ടാണ്. അപ്പോൾ 2 ഇൻവെർട്ടറുകൂടെ ചേർന്ന് 16 കിലോ വാട്ടാണ് ടോട്ടൽ ഈ പ്ലാന്റിൻ്റെ കപ്പാസിറ്റി. ഇപ്പോൾ ഇതിൽ ഒരു ഇൻവെർട്ടർ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ 8 കിലോ വാട്ട് ലോഡ് മാത്രമേ ഇപ്പോൾ ഇൻവെർട്ടർ വഴി കണക്ട് ചെയ്തിട്ടുള്ളൂ. ഇതിനെ പവർ ചെയ്യിക്കാനായിട്ട് ബാറ്ററി പാക്ക് 3 എണ്ണമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലിയോണിക്സിൻ്റെ 100 AHൻ്റെ 3 ബാറ്ററി പാക്ക് 51.2 വോൾട്ട്. അപ്പോൾ ടോട്ടൽ 300 AH ആണ് ബാറ്ററി ബാങ്ക് കപ്പാസിറ്റി. ബാറ്ററിയുടെ ഡെഡിക്കേറ്റഡ് വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുള്ളത് കൊണ്ട് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ബാറ്ററിയെക്കുറിച്ച് പറയുന്നില്ല. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നോക്കാവുന്നതാണ്. ഡൈയുടെ ഈ പുതിയ മോഡൽ സർവീസ് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമുള്ള രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് പാനൽ ഓപ്പൺ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് ടോപ്പ് പോർഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ സ്ക്രീനിലേക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ആ ഒരു ചെറിയൊരു ബ്ലൂ ലൈറ്റ് മാത്രമേ അതിൽ കാണിക്കുന്നുള്ളൂ. മറ്റേ സ്ക്രീൻ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇൻവെർട്ടർ ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ സ്ക്രീൻ ഒന്ന് മാറ്റാം. കൂട്ടത്തിൽ ഇൻറ്റേർണൽ കമ്പോണൻസ് ഒന്ന് നോക്കാം. ഇത് ഈ ഒരു പാരൽ ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ പോലും ഇത് ഇൻഡിപെൻഡൻ്റായിട്ട് വർക്ക് ചെയ്യും. കാരണം ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് ഇത് പാരൽ വർക്ക് ചെയ്യാൻ പറ്റാത്തത്. ഇതാണ് ഇൻവെർട്ടറിൻ്റെ മെയിൻ ബോർഡ്. ഈ മെയിൻ ബോർഡിൽ നിന്നാണ് കൺട്രോൾ കാർഡിലേക്കുള്ള കണക്ഷൻസ് പോകുന്നത്. മുകളിലായിട്ട് നമുക്ക് കൺട്രോൾ കാർഡിനെ കാണാൻ പറ്റും. ഈ കൺട്രോൾ കാർഡിൽ നിന്നാണ് ഡിസ്പ്ലേയിലേക്കുള്ള കണക്ഷൻസ് പോയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ താഴെയായിട്ട് നമുക്ക് കുറച്ച് റിലേസ് കാണാൻ പറ്റും. പിന്നെ അതുകൂടാതെ അഡീഷണൽ കൺട്രോൾ കാർഡിലേക്ക് പോയിരിക്കുന്ന കണക്ഷനും പിന്നെ ഈ ഡിസ്പ്ലേക്ക് പോയിരിക്കുന്നൊരു 12 വോൾട്ട് കണക്ഷനുണ്ട്. അത് ഇതിൻ്റെ സൈഡിലായിട്ട് വരും. അതിന് ഉടനെ തന്നെ കാണിക്കാം. പിന്നെ ഈ ഡിസ്പ്ലേയുടെ സ്ക്രീൻ ഞാനിപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഇവിടെയാണ് നമുക്ക് ഡിസ്പ്ലേ വെക്കേണ്ടത്. കൺട്രോൾ കാർഡിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് പ്രോസസ് ചെയ്യുന്നത് ഈ ബോർഡാണ്. അപ്പോൾ ഈ ബോർഡിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് സ്ക്രീൻ വരുന്നത്. ഈ സ്ക്രീനിൻ്റെ ഫ്രണ്ടിലുള്ള ആ ഒരു പ്രൊട്ടക്ഷൻ ഫിലിം മാറ്റിയ ശേഷം നമുക്ക് ഈ ഡിസ്പ്ലേ ഇൻസ്റ്റാൾ ചെയ്യാം. ആദ്യം നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനായിട്ട് 2 സ്ക്രൂസ് മാത്രം ഇട്ടിട്ട് ഇതിനെ ഒന്ന് ഓണാക്കി വെരിഫൈ ചെയ്ത് നോക്കാം ഇത് വർക്കിംഗ് ആണോ എന്നുള്ളത്. വർക്കിംഗ് ആണെങ്കിൽ നമുക്ക് ബാക്കി സ്ക്രൂസും എല്ലാം ഇടാം. ഇപ്പോൾ തൽക്കാലത്തേക്ക് ആദ്യം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇതിൽ റിലേസൊക്കെ ഓണാവുന്നതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ബാക്കി ഇൻഡിക്കേഷൻസ് ഉണ്ടെങ്കിലും സ്ക്രീനിൽ യാതൊരുവിധ അനക്കവും ഇല്ല. കാര്യം സ്ക്രീനിൻ്റെ കണക്ഷൻസ് എല്ലാം കൃത്യമായിട്ട് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. അതൊന്നുകൂടെ ഒന്ന് ഞാൻ വെരിഫൈ ചെയ്ത് നോക്കുകയാണ്. ഈ ബോർഡിൽ കൺട്രോൾ കാർഡിൽ നിന്നുള്ള കണക്ഷനും ബോർഡിൽ നിന്നുള്ള മെയിൻ കണക്ഷനും കിട്ടിക്കഴിഞ്ഞാൽ ഡിസ്പ്ലേയിൽ എന്തെങ്കിലും ഒരു വാല്യൂ കാണിക്കേണ്ടതാണ്. മുകളിലത്തെ ഈ കണക്ഷൻ കമ്മ്യൂണിക്കേഷൻ ബോർഡിലേക്കുള്ള കണക്ഷനാണ്. ഇതില്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പരിപാടികളൊന്നും വർക്ക് ചെയ്യില്ലെന്നേ ഉള്ളൂ. പക്ഷേ ബാക്കി ഇൻവെർട്ടർ ഡിസ്പ്ലേയിലെല്ലാം കാണിക്കണം. സ്ക്രീനിൽ ഈ ലൈറ്റ് മാത്രം ചെറിയൊരു ബ്രൈറ്റ്നസ്സിൽ കത്തുന്നുണ്ട്, ഒരു ബ്ലൂ ലൈറ്റിൽ. പക്ഷേ സ്ക്രീനിൽ യാതൊരു അനക്കവും ഇല്ല. അതിൻ്റെ ബട്ടൺസ് ഒന്നൊക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും വേറെ റെസ്പോൺസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും അകത്തെ കണക്ഷൻസ് ഒന്നുകൂടെ ഒന്ന് വെരിഫൈ ചെയ്യാം. അകത്തെ കണക്ഷൻസുകളെല്ലാം കൃത്യമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. കൺട്രോൾ കാർഡിൽ നിന്നുള്ള കണക്ഷൻസ് എല്ലാം കൃത്യമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. കൺട്രോൾ കാർഡിലേക്കുള്ള കണക്ഷൻസും കറക്റ്റാണ്. സ്ക്രീനിൻ്റെ കംപ്ലയിൻ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ സ്ക്രീനിനെ തൊട്ടടുത്ത ഇൻവെർട്ടറിൽ കണക്ട് ചെയ്ത് നോക്കി. ആ ഇൻവെർട്ടർ വർക്കിംഗ് ഇൻവെർട്ടറാണ്. അതിൽ കണക്ട് ചെയ്തപ്പോൾ കൃത്യമായിട്ട് അതിൽ ഡേറ്റ എല്ലാം കാണിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഈ സ്ക്രീനിന് വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നോക്കാൻ പറ്റുന്നത് ഇതിലേക്കുള്ള കണക്ഷൻ വരുന്നത് കൺട്രോൾ കാർഡിൽ നിന്നാണ്. അപ്പോൾ ഈ കൺട്രോൾ കാർഡിലെ എന്തെങ്കിലും പ്രോബ്ലം ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കൺട്രോൾ കാർഡ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കൺട്രോൾ കാർഡിൻ്റെ സൈഡിലത്തെ സ്ക്രൂസ് റിമൂവ് ചെയ്യണം. കൺട്രോൾ കാർഡിൽ ഉപയോഗിച്ചിരുന്ന സ്ക്രൂസിന് ഒരു പ്രത്യേകതയുണ്ട്. അതിൽ പ്ലാസ്റ്റിക് സ്ക്രൂസാണ് ഉപയോഗിക്കുന്നത്. ഇതുപോലുള്ള 4 പ്ലാസ്റ്റിക് സ്ക്രൂസാണ് ടോട്ടലി കൺട്രോൾ കാർഡിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് കൺട്രോൾ കാർഡിനെ കയ്യിലെടുക്കാം. അതിൻ്റെ സൈഡിലത്തെ കണക്ഷൻസ് ഒന്നും പറ്റാത്ത രീതിയിൽ വേണം അത് റിമൂവ് ചെയ്യാനായിട്ട്. ഇതാണ് ഡൈയുടെ ഈ 8 കിലോ വാട്ടിൽ യൂസ് ചെയ്തിരിക്കുന്ന കൺട്രോൾ കാർഡ്. അപ്പോൾ ഈ കൺട്രോൾ കാർഡ് നമുക്ക് മറ്റേ വർക്കിംഗ് കൺട്രോൾ കാർഡുമായിട്ട് സ്വാപ്പ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഈ സ്ക്രീനിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണോ കൺട്രോൾ കാർഡിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണോ എന്നുള്ളതൊന്ന് വെരിഫൈ ചെയ്യാം. ആ സ്ക്രീൻ എന്തായാലും ഓൾറെഡി വർക്കിംഗ് ആണോ എന്നുള്ളത്
നമുക്ക് ഉറപ്പുണ്ട്. പിന്നെ ഇതാണ് ഞാൻ ഈ പറഞ്ഞത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞൊരു കണക്ഷൻ. ഇത് തിരിച്ച് വയ്ക്കുന്ന സമയത്ത് ഇത്രയും പിൻസ് അതിൽ കറക്റ്റായിട്ട് കണക്റ്റ് ആവണം. അല്ലെങ്കിൽ അതിന് പിൻസ് വളഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം തിരിച്ച് കൺട്രോൾ കാർഡ് വയ്ക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇത് മെയിൻ ബോർഡിൽ നിന്ന് കൺട്രോൾ കാർഡിലേക്കുള്ള ഒരു കണക്ഷനാണ്. അതുകൂടാതെ മെയിൻ ബോർഡിൽ നിന്ന് ഡിസ്പ്ലേ ബോർഡിലേക്ക് പോകുന്ന ഈ ഒരു ഒറ്റ കണക്ഷനാണ്. അതാണ് ഒരു 12 വോൾട്ട് സപ്ലൈ ഡിസ്പ്ലേ വർക്ക് ചെയ്യാനായിട്ട് കൊടുക്കുന്നത്. പിന്നെ ഡിസ്പ്ലേയിലേക്ക് വരുന്ന അടുത്ത കണക്ഷൻ ഈ കൺട്രോൾ കാർഡിൻ്റെ കണക്ഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഡിസ്പ്ലേയിൽ നിന്ന് ഔട്ട് പോകുന്ന കണക്ഷനാണ് കമ്മ്യൂണിക്കേഷൻ കണക്ഷൻ. ഇതാണ് കൺട്രോൾ കാർഡിലേക്ക് ഡിസ്പ്ലേ ആയിട്ട് കണക്ട് ചെയ്യുന്ന കണക്ഷൻ. ഇതുവഴിയാണ് ഡേറ്റ പാസ് ചെയ്യുന്നത്. വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ച് പോർഷൻസ് കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു പാർട്ട് 2 ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമുക്കതൊരു അടുത്ത പാർട്ട് 2 ആയിട്ട് ചെയ്യാം. പിന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കണം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. പാരലൽ മോഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് 2 ഇൻവെർട്ടറുകളുടെ ചേർന്നായിരിക്കും എക്സ്പോർട്ടിംഗ് ആയാലും ലോഡായിരുന്നാലും സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഇൻവെർട്ടറുകളും എത്ര ലോഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എത്ര എക്സ്പോർട്ട് ചെയ്യുന്നുള്ളത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. അതുകൂടാതെ മാസ്റ്റർ ഏതാണ് സ്ലേവ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സ്ക്രീനിൽ ഓൺ അല്ലെങ്കിൽ ഓഫ് എന്ന് കാണിക്കുന്ന ആ പോർഷനിൽ തന്നെ നടുക്കായിട്ട് എമ്മിലായിരിക്കും മാസ്റ്ററിൻ്റെ തുടങ്ങുന്നത്, സ്ലേവിൻ്റെത് എസ്സിലായിരിക്കും തുടങ്ങുന്നത്. ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം.